കേരളം ഉൾപ്പെടെയുള്ള 17 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ചേർന്ന് കടപ്പത്ര ലേലത്തിലൂടെ ഇന്ന് 50,206 കോടി രൂപ കടമെടുക്കും. ഇതാദ്യമായാണ് ഒരാഴ്ച ഇത്രയും തുക കടപ്പത്രങ്ങൾ വഴി കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ സമാഹരിക്കുന്നത്. 3,742 കോടി രൂപയാണ് കേരളം കടമെടുക്കുന്നത്. 8,000 കോടി രൂപ ഉത്തർപ്രദേശാണ് കടമെടുപ്പിൽ ഏറ്റവും കൂടുതൽ തുക സമാഹരിക്കുന്ന സംസ്ഥാനം. ഇതുവരെയുള്ള ഏറ്റവും വലിയ തുക ഈ വർഷം ഫെബ്രുവരിയിൽ കേന്ദ്ര സർക്കാർ കടപ്പത്രങ്ങൾ വഴി സമാഹരിച്ച 39,000 കോടി രൂപയാണ്. കടമെടുപ്പിൽ ഏറ്റവും കൂടുതൽ തുക 8,000 കോടി രൂപ സമാഹരിക്കുക ഉത്തർപ്രദേശാണ്. പിന്നാലെ കർണാടക, മഹാരാഷ്ട്ര, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളാണ്. ഇരു സംസ്ഥാനങ്ങൾ കടമെടുക്കുന്നത് 6,000 കോടി രൂപയാണ്. പട്ടികയിൽ ഏറ്റവും പിന്നിലുള്ള ഗോവ 100 കോടി രൂപയാണ് കടമെടുക്കുന്നത്. കൂടുതൽ സംസ്ഥാനങ്ങൾ കടമെടുക്കാനുള്ളതുകൊണ്ട് കടപ്പത്രം വാങ്ങുന്നവർക്ക് നേട്ടമുണ്ടാകും. നേരത്തെ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം 13,608 കോടി രൂപ കടമെടുക്കാൻ കേരളത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകി. ഇതിൽ 8,742 കോടിക്ക് അന്തിമാനുമതി കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞയാഴ്ച സംസ്ഥാനം 5,000 കോടി കടമെടുക്കുകയും ചെയ്തു. ശേഷിക്കുന്ന 3,742 കോടി രൂപയാണ് കടമെടുക്കുന്നത്. അതേസമയം സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ കേരളത്തിന് ഈ കടമെടുപ്പ് ആശ്വാസമാകും. ഊർജ്ജ മേഖലയിൽ പരിഷ്കരണങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായി 4,864 കോടി രൂപ കടമെടുക്കുവാനുള്ള അനുമതി കേരളത്തിന് ഉടൻ ലഭിക്കും. ഈ സാമ്പത്തിക വർഷത്തിലെ അവസാന കടമെടുപ്പ് നടക്കുന്ന അടുത്ത ചൊവ്വാഴ്ച ഈ തുക സമാഹരിക്കും. കടമെടുപ്പിന് കേരളം മാത്രമാണ് കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടുന്നതെന്ന വാദങ്ങളുടെ മുനയൊടിക്കുന്നതാണ് കടമെടുക്കുന്ന മറ്റു സംസ്ഥാനങ്ങളുടെ കണക്കുകൾ. അമൃത ന്യൂസ്, ന്യൂഡൽഹി.